ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഇപ്പോൾ 4 മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ സവോള, ഒരു പച്ചമുളക്, കറിവേപ്പില, 2 വലിയ നമ്മുടെ വെളുത്തുള്ളി, തക്കാളി, പിന്നെ നമ്മൾ 4 മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഇപ്പം ഞാനിതിൽ 4 കോഴിമുട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാനിട്ടപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട പൊട്ടിപ്പോവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ ഇങ്ങോട്ട് പൊട്ടി ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞ് ചേരും. എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. നമുക്ക് ഈ സ്റ്റൗ കത്തിച്ചിട്ട് ഇതിലേക്ക് ഉരുളി വെച്ച് കൊടുക്കുക. ഉരുളി ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്. അപ്പോൾ കടുക് പൊട്ടി നമുക്ക് കറിവേപ്പില, പച്ചമുളക്, സവോള, വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കുക. നമുക്കിതിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ സവോള ഒരുവിധം വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ, അതൊരു ടീസ്പൂൺ. ടീസ്പൂണ് വേണ്ട ഗരം മസാല. കുരുമുളക് ചതച്ചതാണ്, അതൊരു 1/4 ടീസ്പൂണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മുട്ട ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിൽ നിറയെ പച്ചവെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. ഈ പൊടിയുടെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർക്കുക. ഒരു കാര്യം കൂടി നമുക്ക് ചേർക്കാണ്ടായിരുന്നു, മറന്നുപോയി. നമ്മൾ ഇഞ്ചി ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു ലേശം ഇത് അരച്ച് വെച്ച ഇഞ്ചി കേട്ടോ ഇട്ട് കൊടുക്കുക. അരച്ചതായ കാരണം പെട്ടെന്ന് അത് മുരിഞ്ഞ് കിട്ടും. നമുക്കിതിലേക്ക് തക്കാളി ചേർക്കുക. ഇതൊരു തക്കാളി കേട്ടോ. അപ്പം ഞാനിത് ചപ്പാത്തിക്കാണ് ഉണ്ടാക്കണേ. ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാം, അപ്പത്തിനും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ അത് ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. ചൂടുവെള്ളമാണ് നമ്മൾ ചേർക്കണേ. ഇനി ഇതിൽ ഉപ്പുണ്ടോ നോക്കാം നമുക്ക്. ഉപ്പിടണം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടാം. നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ ഒരു ലേശം ഉപ്പിട്ടതാണ്, എന്നാലും ഉപ്പില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. സിമ്മിലിരുന്നിട്ട് നല്ല മസാലയൊക്കെ ശരിയാവട്ടെ. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കറണ്ട് പോയി. ഇത് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. ചപ്പാത്തി അപ്പത്തിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ചാറ് വേണം. അപ്പോൾ ഞാൻ ഇത്തിരി തേങ്ങയും ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകവും കൂടി അരച്ചതാണ് കേട്ടോ.
ഇതിലൊഴിക്കുക. എന്നിട്ട് നമുക്കിത് ചാറാക്കി എടുക്കുക. ചാറ് വേണമെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ചെയ്യുള്ളൂ. ചാറ് വേണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചേർക്കണ്ട. അപ്പോൾ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് മുട്ടക്കറി എടുക്കുക. തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകം ചേർക്കുക. അത് നല്ലൊരു മണമായിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും കറി കഴിക്കാൻ. പക്ഷെ അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്തിയാൽ മതി. ചിലവർക്ക് പെരുംജീരകം അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. നമ്മുടെ കരണ്ട് പോയിരിക്കുകയാണ്, അതാണ് വെളിച്ചത്തിൻ്റെ ഒരു ഇതുണ്ട്. അടച്ചു വെച്ച് കൊടുക്കുക. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ടയിട്ട് കൊടുക്കുക. മുട്ടയൊന്നിങ്ങനെ നടുവ് കീറിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല കറിയാണ്. ചപ്പാത്തിക്കും പത്തിരിക്കും വെള്ളയപ്പത്തിനൊക്കെ പറ്റിയ കറിയാണ്. ചോറിനും പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ മുട്ടക്കറിയും ചപ്പാത്തിയാണ്. കാലത്ത് നമുക്ക് മുട്ടക്കറിയും ചപ്പാത്തിയാണ്. അപ്പോൾ നമുക്ക് നല്ല ഗ്രേവിയോട് കൂടിയുള്ള മുട്ടക്കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. കറിയും ചപ്പാത്തിയാണ്. അപ്പോൾ നല്ല ഗ്രേവിയോട് കൂടിയുള്ള മുട്ടക്കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.